Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്പ് ആയിട്ടാണ്. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന സിങ്കിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പൊടിക്കൈകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ഒരു തലവേദനയാണ് കിച്ചൺ സിങ്ക് വൃത്തിയാക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും പാത്രങ്ങളൊക്കെ കുമിഞ്ഞ് കൂടുന്ന ഈ സിങ്ക് പ്രോപ്പറായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ വേറെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ അടുക്കളപ്പണിയേക്കാളും ഏറ്റവും വലിയ തലവേദനയാണ് നമ്മൾ സിങ്ക് ക്ലീൻ ആക്കുക എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ സിങ്ക് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാനും പറ്റും. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചീത്ത മണമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനും പറ്റും. അപ്പോൾ അതെന്താണെന്നാണ് അതിൽ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ്, ഇപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് പെട്ടെന്നൊന്ന് നിറം മങ്ങി പോലെ തോന്നുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചീത്ത മണങ്ങളൊക്കെ വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞെന്ന് ഉടനെ ചെയ്യേണ്ടത് നമുക്ക് അല്പം ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ചീത്ത മണങ്ങളൊക്കെ കളയാനും അതുപോലെ അണുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാനും പിന്നെ നമുക്ക് നന്നായിട്ട് തിളങ്ങാനൊക്കെ വേണ്ടെന്ന് ഉപകരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇച്ചിരി ബേക്കിംഗ് സോഡ ഒന്ന് തൂവി കൊടുക്കാം. നമുക്ക് എല്ലായിടത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കഴുകുന്ന ഈ ഒരു സിങ്ക് കഴുകുന്ന ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം തേച്ച് കൊടുക്കുന്നോ അത്രത്തോളം അതിലത്തെ സ്മെല്ലൊക്കെ പോവും എന്നാണ് പറയുക. പ്രത്യേകിച്ച് ഞാനിപ്പം ഇത് മണം വരാനായിട്ട് ഞാൻ കാത്തിക്കാറില്ല. സാധാരണ കെടുക്കുന്നതിന് മുന്നേ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇച്ചിരി ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും വേണ്ട. ബേക്കിംഗ് സോഡ ഇട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് ആ ബ്രഷ് വെച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാം. എന്നിട്ട് നമുക്ക് ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റം അറിയാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ മണം എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അപ്പക്കാരപ്പൊടിയാണ്. ഇപ്പോൾ എല്ലാ കടകളിലും ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിന് പകരം ബേക്കിംഗ് സോഡയുടെ കൂടെ തന്നെ വിനാഗിരി ഉണ്ടല്ലോ, നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി, അതും കൂടി ചേർത്തിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതുപോലെ ഇടാൻ നിൽക്കണ്ട. നിങ്ങളൊരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും അതുപോലെ അത് കലങ്ങാൻ മാത്രത്തിന് അതൊരു പേസ്റ്റ് പോലെ ആവുന്ന രീതിയിലുള്ള ഒരു 1/2 ടേബിൾ സ്പൂണോളമുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതുമാണെന്നുണ്ടെങ്കിലും ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. തേച്ച് കൊടുത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിന് ചൂടുവെള്ളമൊന്നും വേണ്ട. പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ആ ഒരു ബ്രഷൊക്കെ ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കിച്ചൺ സിങ്ക് നല്ല പുത്തൻ പോലെ ഇരിക്കുന്നത് മാത്രമല്ല, ഈ സിങ്കിനകത്തുനിന്ന് വന്ന സ്മെല്ലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ പൊക്കോളും. പിന്നെ നിങ്ങൾ ഇറച്ചി മീനൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം ഇപ്പോൾ സിങ്കിനകത്താണ് ഒഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിട്ടുപോകും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും അതിൽ നിന്ന് സ്മെല്ല് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേപോലെ ഒന്ന് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കഴുകിയാൽ മതി. നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടെ ഇതെങ്ങനെയാണ് ഈ പാത്രം കഴുകിയതിന് ശേഷമുള്ള ഒന്ന് ക്ലോസപ്പ് ഞാൻ കാണിക്കാം. ഇതാ നോക്കിക്കേ, നമ്മുടെ സിങ്ക് നല്ല പളപളാന്ന് വെട്ടി തിളങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ സ്മെല്ലുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവുന്ന സംഭവമാണ് ഈ സ്ക്രബ്ബർ, അതുപോലെ സ്പോഞ്ച് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോൾ അതിനകത്തുള്ള എല്ലാ അണുക്കളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു 2 കാര്യത്തിലാണ്. നമ്മളന്നത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു ചീത്ത സ്മെല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഈ ഏറ്റവും കൂടുതൽ അണുക്കൾ ഉണ്ടാവുക ഇതിൽ 2-ലാണെന്നാണ് പറയുക. കാരണം എപ്പോഴും നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴുകുന്നത് കൊണ്ട്. അപ്പോൾ അതിനൊരു സൂത്രമുണ്ട്. നമ്മൾ ഇന്ന് രാത്രി എടുക്കുന്നതിന് മുന്നേ ഒരു ബൗൾ എടുക്കുക. അതിനകത്ത് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കുക. അതിനകത്തോട്ട് ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ആ പൊടി ഒന്ന് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ 2 സ്ക്രബ്ബറും സ്പോഞ്ചും അല്ലെങ്കിൽ നിങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്നത് ഒന്ന് മുക്കി വെക്കണം. ഇനിയിപ്പോൾ അതിന് ബേക്കിംഗ് സോഡ തന്നെ വേണം എന്നില്ല. നമുക്ക് വീട്ടിൽ ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് മുക്കി വെക്കാം. എന്നിട്ട് ആ ചൂടുവെള്ളം കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചേക്കണം. കാരണം അതൊന്ന് മുങ്ങിക്കെടുക്കുന്ന പരുവം വേണം. അല്ലെങ്കിൽ ചില ഭാഗം മാത്രം അങ്ങനെ കെടുക്കും, ചിലത് ഇങ്ങനെ പൊന്തിക്കെടുക്കും. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് അത് മുങ്ങി എല്ലായിടത്തും അത് ഒരുപോലെ ബേക്കിംഗ് സോഡ ഒന്നും ചെല്ലണം എന്നില്ല. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇതൊന്ന് കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ചീത്ത മണങ്ങളൊക്കെ അതായത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ചെയ്യും.
ഇനി അടുത്തതാണ്, നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ സിങ്കും ചെറുനാരങ്ങയും തമ്മിൽ വലിയൊരു എന്താ പറയുക ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുനാരങ്ങ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ചെറുനാരങ്ങയുടെ തോടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് കളയുന്ന തോടുകളൊക്കെ നിങ്ങൾ കളയരുത്. നമുക്കിതുപോലൊക്കെ ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങ ഒരു പകുതി ഇങ്ങനെ മുറിച്ചത് ഇച്ചിരി കേടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് കേടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ അതിൻ്റെ ഒരു നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു പുതിയ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണേന്ന് പറയാം. ആദ്യം ഞാനിപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുനാരങ്ങ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആയിട്ട്, ഏറ്റവും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെറുനാരങ്ങയുടെ ഈ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കണം എന്നില്ല. അതിന് പകരം നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി ദൂരെ വലിച്ചെറിഞ്ഞ് കളയുന്ന നാരങ്ങത്തൊണ്ടാണെങ്കിലും മതി. അത് വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. ഞാനപ്പോൾ ഇത് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ് ട്രേ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ ഐസ് ട്രേക്കകത്തും ഓരോ ക്യൂബിനകത്തും ഇതുപോലെ അല്പം നാരങ്ങ, ഒരു 2-3, ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2, 3, 4 വരെ കൊള്ളും. അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ടെങ്കിൽ 1-2 കൊള്ളത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ചെറുതായിട്ട് അരിയണം എന്ന്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാ ഐസ് ട്രേയുടെ ക്യൂബിലും. എന്നിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ഒഴിച്ച് നമുക്കതൊന്ന് നിറച്ചു കൊടുക്കാം. ഈ വിനാഗിരിയും നാരങ്ങയും കൂടെ ചേർന്നിട്ട് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലീനിങ് ഏജൻറ്റ് ആവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ നമ്മൾ ഈ ഒരു സിങ്കിനകത്ത് ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിനകത്ത് നിറയ്ക്കാൻ നോക്കുക. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. ശരിക്കും നമുക്കൊരു ഐസ് ക്യൂബ് വരുന്നത് പോലെ വരും. അതിനുശേഷം ഇതൊരു ഫ്രീസറിനകത്ത് ഏകദേശം 2 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ആവുന്നത് വരെ നമുക്ക് വെക്കാം. അത് ഓരോ ഫ്രിഡ്ജിന് അനുസരിച്ചിരിക്കും. എന്നിട്ട് നമുക്ക് ഓരോ ക്യൂബും നമ്മുടെ അടുക്കളയിലത്തെ പണി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോൾ അപ്പോൾ അന്നേരത്തേക്ക് ഇഷ്ടം പോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ അതിനകത്ത് കിടപ്പുണ്ടാവില്ല. അപ്പോൾ നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഐസ് ക്യൂബൊക്കെ ആക്കി വരുമ്പോൾ, ഇതിപ്പം ഞാനിപ്പോൾ ഐസ് ക്യൂബ് ആക്കി വരികയാണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓരോ സിങ്കിനകത്തും ഇപ്പോൾ 2 സിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സിങ്കിനകത്തും 1-2 ക്യൂബ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്മെല്ലുകളും കാര്യങ്ങളും ഒക്കെ പോവാന്ന് മാത്രമല്ല, നല്ലൊരു നാരങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു നല്ലൊരു സ്മെല്ലല്ല, നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ആ ഒരു സ്മെല്ല് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഐസ് ക്യൂബ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അത്യാവശ്യം സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലത്തെ 2 ക്യൂബ്സ് ഞാൻ ആ സിങ്കിൻ്റെ അതിനകത്തോ അല്ലെങ്കിൽ സിങ്കിലോ എവിടെയാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ആ ഒരു ഓട്ടകളൊക്കെ ഉള്ള സ്ഥലത്താണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം അവിടെ നിന്നാണ് ശരിക്കും ആ ഒരു പൈപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മണം പുറത്തേക്ക് വരിക. അപ്പം ഞാൻ അവിടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വിനാഗിരിയും അതുപോലെ നാരങ്ങയൊക്കെ നല്ലൊരു സ്മെല്ല് തരും. ചീത്ത സ്മെല്ലുണ്ടെങ്കിൽ കളയുകയും ചെയ്യും. ഇനി അടുത്തതാണ്, ഇതേപോലെ തന്നെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ഓറഞ്ചൊക്കെ മേടിച്ചിട്ട് വരുമ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമ്മൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കളയുക ചെയ്യുക. എന്നാൽ ഇനി തുടങ്ങി ഓറഞ്ചിൻ്റെ തൊലി നിങ്ങൾ വലിച്ച് കളയണ്ട. നമ്മുടെ കിച്ചൺ സിങ്കിന് ഈ ഓറഞ്ച് തൊലി ഒത്തിരി ആവശ്യമുള്ള ഒന്നാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു നാരങ്ങയുടെ തൊലി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ആദ്യം മുറിച്ച് ഈ ട്രെയിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം നമുക്ക് അല്പം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇനി എന്താ പറയുക, ഈ വിനാഗിരി എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് വൈറ്റ് വിനീഗർ എടുക്കാൻ നോക്കണം. അതിനാണ് കൂടുതൽ ക്ലീനിങ് സൊല്യൂഷനായിട്ട് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ നാരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഒന്ന് മുറിച്ചിട്ട് എല്ലാ ഈ ട്രേയിലുള്ള ക്യൂബ്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാരങ്ങ നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ സിങ്കൊക്കെ ഒന്ന് ഉരച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക ചെറുതായിട്ടൊക്കെ ഒരു ഷൈനിങ് ആവും ചെയ്യും. ഒരു തിളക്കൊക്കെ ഉണ്ടാവും നമ്മുടെ സിങ്കിന്. കാരണം ഈ നാരങ്ങയുടെ തൊലിക്കൊക്കെ ആ ഒരു ക്ലീൻ ചെയ്യാനുള്ള ഒരു പവറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാരങ്ങയുടെ തൊലിയൊക്കെ അമ്മമാർ കുഞ്ഞുങ്ങളൊക്കെ കളയുമ്പോൾ എടുത്ത് വയ്ക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് നമുക്കതൊരു ഒരു തുറന്ന പാത്രത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കാം. സിങ്കിൻ്റെ അടുത്ത് തന്നെ വയ്ക്കാം. ഇനിയിപ്പോൾ സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനായിട്ട് ബെസ്റ്റാണിത്.
അപ്പോൾ ഇതാ ഞാൻ എല്ലാ ക്യൂബ്സിനകത്തും ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഇതിനകത്തോട്ട് വൈറ്റ് വിനീഗറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കത് നിറച്ച് കൊടുക്കാം. ആ ഒരു ക്യൂബ് നിറയുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഓരോ ക്യൂബ്സിനകത്തും ഇതുപോലൊക്കെ നിറച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ വിനാഗിരി. ഇനി ഞാനിത് ഫ്രീസറിനകത്ത് വെച്ച് ഒരു 2 മണിക്കൂർ ഒന്ന് തണുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞു, നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇടാവൂ കേട്ടോ. നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി അത് ഇട്ടാൽ മണം പോകത്തില്ല. നമുക്ക് ആ പാത്രങ്ങളൊക്കെ കഴുകി സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ 1, 2, 3 ക്യൂബ്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സിങ്കിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ലാണ് വരിക. കാരണം ഇത് പതുക്കെയാണ് അലിഞ്ഞു പോകത്തുള്ളൂ. ഈ ഒരു വിനാഗിരി ഇങ്ങനെ പതുക്കെ സമയമെടുത്ത് അലിഞ്ഞു പോവുള്ളൂ. ആ നേരം ഈ ഒരു നാരങ്ങയുടെ തൊലിയിൽ നിന്നൊക്കെ റിലീസാവുന്ന സ്മെല്ലൊക്കെ നമ്മുടെ സിങ്കിനകത്ത് നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പലപ്പോഴും വേസ്റ്റായിട്ട് കളയുന്ന കാര്യങ്ങളാണ് നമ്മുടെ കിച്ചൺ സിങ്ക് നീറ്റ് ആവാനും അതിലെ സ്മെല്ലൊക്കെ ചീത്ത മണമൊക്കെ ഉണ്ടെങ്കിൽ പോവാനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് എന്ന് അറിയിക്കുക. ഇത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിൾ അല്ലേ? അപ്പോൾ ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.